സോ ഹേ ഗൈസ്, വെൽക്കം എൻ്റെ ചാനലിലെ ഐശ്വര്യമായ ഫസ്റ്റ് വീഡിയോ. അതും നമ്മുടെ കൂടെ മൂന്നാൾക്കാരെ വിളിച്ച് രണ്ടാൾക്കാരെ വിളിക്കാനുള്ള സുഹൃത്തുക്കളെ. ആദ്യമായി ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ ഗെയിമിംഗ് ഡൂഡ്. ഒരു ഹൈക്ക ചാടി കാണിച്ചു. ഹലോ ഹലോ. അടുത്തതായി മിസ്റ്റർ മാസിൻ. ചാടിക്കോ. ഈ രണ്ട് കുരിശുകളുടെ കൂടെയാണ് നമ്മൾ ഇന്ന് പുതിയൊരു തുടക്കം ആരംഭിക്കാൻ പോകുന്നത്. അതും പുതിയൊരു സെർവർ. ഈ സെർവർ ഞങ്ങൾ ഒരു പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന പേരൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കമന്റ് ചെയ്താൽ കൊള്ളാമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോട്ട് പോവാം. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കുറച്ച് റെക്കോർഡിങ് കിട്ടിയിട്ടില്ല ഇന്റർവ്യൂ കഴിഞ്ഞിട്ട്. ബട്ട് നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ജംഗിളിലൊക്കെ പോയി കുറച്ച് മെലഡൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മള് അത്യാവശ്യം സ്റ്റാർട്ടിങ് ഒക്കെ ചെയ്തു. ഈ പൊട്ടൻ റെക്കോർഡ് ചെയ്തില്ല. ചെറുതായിട്ട് ഹോട്ടിക്ക് ഒന്ന് മാറിപ്പോയത്. മാസി പിന്നെയും പോയി. ഈ മാസിനെ കണ്ടുപിടിക്കാൻ ഞാൻ വല്ല മറ്റേ ഇത് വല്ല ഇടണം, മറ്റേ ആ വാണ്ടടെന്ന് പറഞ്ഞോണ്ട്. ഇനി മാസിനെ മാസി ഓരോ തവണയും കൂടെ ഞങ്ങള് വരാം. നമ്മളിവിടെ നാട് വിടാൻ പോവാണ്. നമ്മൾ ബോട്ട് എടുക്കാൻ പോവാണ്. പക്ഷെ അത് ഈ പൊട്ട മാസി കയറി വരുന്നില്ല. മാസി, ഇവിടെയാണ് ഞങ്ങളെ പിടിക്കാൻ ഒരു 150 എനിമീസ് ഉണ്ട്. നീ മര്യാദക്ക് കയറി വന്നില്ല, ഞങ്ങൾ നിന്നെ കൂട്ടാതെ ഇവിടെ സ്ഥലം വിടും. നീ എങ്ങോട്ട് വരും? നമ്മള് കടല് താണ്ടിയാ പോണേ. എന്റെ പൊന്നു മാസി, ഒന്ന് വാട മാസി. ഞങ്ങളിവിടെ മാസിക്ക് വേണ്ടി എത്ര ആൾക്കാരെ തട്ടുന്നത് അറിയോ? ഞങ്ങൾ പോയിട്ടുണ്ട്, നിനക്ക് വരാൻ പോലും പറ്റില്ല ബ്രോ. നമ്മളിവിടെ വൺ ഡിബേറ്റിലാണ് ഗൈസ്. മാസി കേറി വന്ന് ഇങ്ങോട്ടേക്ക് ഒന്നിച്ചു പോവാം. വേടാ, നമുക്ക് വേറെ സ്ഥലത്തോട്ട് എല്ലാം നമുക്ക് ചെയ്യാം. നമുക്ക് പോവാം. മാസി അവിടെ നിന്നോളൂ, നമുക്ക് പോവാം. ഞാനൊരു ബോട്ട് ഉണ്ടാക്കാം. അവസാനം കോർഡിനേറ്റ്സും തേങ്ങയും ചോദിച്ചാ എന്നെ ഞങ്ങളെങ്ങനെ കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു മാസി നിന്നെ ഞങ്ങളെ കൊല്ലും. അല്ല മാസി, ഞങ്ങള് നിന്നെ കൂട്ടാൻ വരാം. വാ വാ വാ. ഇവിടെ കപ്പൽ കിട്ടിയോ? എന്റെ കപ്പലുണ്ട്. ആണോ? ഇവിടെ ഞങ്ങളപ്പോ ഇനി കപ്പൽ താണ്ടി നല്ലൊരു ബയോമ കണ്ടുപിടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാവുന്നതായിരിക്കും. നമ്മളങ്ങനെ ക്യാമറ മാറ്റട്ടെ. ഏതോ ഒരു ഐലൻഡ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അത്യാവശ്യം നല്ല ഐലൻഡ് ആണ് ഗൈസ്. അല്ലേ ഇത് ഐലൻഡ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഫോറസ്റ്റ് ബയോമാണ് ഇവിടെ ഉള്ളത്. മാസി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പറയൂ മാസി. ചെല്ലുമ്പോഴത്തേക്കും മറ്റേ മാസി എന്ത് സീനാടാ. കുറച്ച് ഡെത്ത് സ്ക്രീൻ കാണാം. ലാവയെ പോയത് മാസിന്റെ കാര്യമാണ് നമുക്ക് അന്നുള്ള നല്ലോണം അറിയാം. നിങ്ങളെല്ലാരും മറക്കാതെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഞാൻ മാക്സിമം ഗൈസ് എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കും. ഓ സവാന. എനിക്ക് എപ്പോഴും ഞാൻ ഗൈസ് പറയാൻ ശീലമായി പോയി. പന്നീനെ കൊല്ലുന്നോണ്ട് കുഴപ്പമില്ല, കാരണം ഇതിന് ടെക്നോബ്ലേഡിന്റെ ചായ ഇല്ല. സോ നോ ഇഷ്യൂ. മറ്റേ പന്നിയെ കൊല്ലാൻ പാടില്ല. ഈ ഒരു പന്നിനെ നമുക്ക് കൊല്ലാം. കൊന്നാനെ. നമുക്കൊരു ബെഡ് വേണ്ട കിടന്നുറങ്ങാൻ? തീർച്ചയായിട്ടും ഉണ്ടോ? ഇല്ല, നമുക്ക് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചക്ക് തിന്നെ നരഭൂജിയാണ് നന്നായി. നമുക്ക് എന്തെങ്കിലുമൊക്കെ തരണേ, അറ്റ്ലീസ്റ്റ് അഡ്വാൻസ്മെന്റ് എങ്കിലും പൊട്ടിക്കാൻ. സത്യം
എടാ അപ്പൊ ഇവന് അയൺ പിക്കാക്സ് ഒക്കെ കിട്ടിയോ? എടാ അവൻ അയണൊക്കെ കിട്ടിയടാ, അവൻ മാറടാ. സെർവർ ഹോസ്റ്റ് ഞാനാണല്ലോ, എന്നിട്ട് അവൻ എങ്ങനെ ആദ്യം കിട്ടി? ഹോസ്റ്റ് എന്ന് പറഞ്ഞ കളിക്കാരിയാണ്. ഓ അത് ശരി, കളിക്കാറിയാണല്ലോ അല്ലേ. ഓ സോറി ഞാൻ ഉദ്ദേശിച്ചതല്ല. മൊത്തത്തിൽ കുഴഞ്ഞിരിക്കും. എടാ ഞാൻ ഓൾറെഡി കുറെ ഷീപ്പിനെ കൊന്നു, എന്റെ ഇപ്പൊ 5 പൂളാണ്. ഞാൻ അതിന്റെ കാര്യം ചെറുതായിട്ടൊന്ന് മറന്നു. എനിക്കൊരു 2 പൂള് തരാം. 2 പൂള് മതി എനിക്ക്. ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. തിരിച്ചു പോയാലോ? എങ്ങോട്ട് തിരിച്ചു പോവാൻ? എവിടെ? ഇവിടെ ഇങ്ങോട്ട് നോക്ക്, കണ്ണും കാണാൻ വയ്യ. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മളിങ്ങനെ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവൻ ഇച്ചിരി സമയം എടുത്തോണ്ടാ, ബട്ട് വിജയകരമായി നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള എല്ലാ ക്രോപ്സും അടിച്ചു മാറ്റിയിരിക്കുന്നു. നമ്മള് ബേസ് എവിടെ വെക്കും? എടാ നിക്ക് ഇവിടെ റീസ്പോൺ സെറ്റ് അത് പോയില്ല, ചത്തില്ല, സ്കൂളിൽ പോയി. വിശപ്പോ? അതെ ഇവിടെ എന്തായാലും ബേസ് വരട്ടെ. സവാന ഭയമിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. എടാ ഇവിടെ മതി നോക്കേണ്ട, പിന്നീട് മതി. തൽക്കാലത്തിനുള്ള താൽക്കാലിക ബേസ് എവിടെയാക്ക്? താൽക്കാലികമായൊരു ബേസ് താൽക്കാലികമായി എനിക്കൊന്നും താല്പര്യമില്ല. എടാ തുടക്കത്തിൽ ഒന്ന് മൈനിങ് ചെയ്ത് നല്ല ആർമറൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോവാം. ഞാൻ തുടക്കത്തില്ലേ റീസ്പോൺ പോലും സെറ്റ് ആക്കാതെ പോയി മൈനിങ് ചെയ്തു ഇല്ലേ? മണ്ടൻ. ഇപ്പൊ ചത്ത കഴിഞ്ഞാൽ സ്പോണിൽ പോവും, ഒന്നും കൈ കാണത്തില്ല. ഒന്ന് റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് പോടാ. എന്നോടാണ് ഞാൻ ചെയ്തോ. ശരി ഇതായിരുന്നു എന്താണ് മൊടയാണ. ഞാൻ സാധനമൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ റെഡി ആയിട്ട് പറയാം. മാസിനൊക്കെ ഡയമണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ നമ്മൾ മേടിക്കും അല്ലേ? അതെ 3 ഡയമണ്ട്. ഫസ്റ്റ് ആയാൽ നിനക്ക് എങ്ങനെയാ അയണൊക്കെ കിട്ടുന്നേ? എടാ ഞാൻ മൈൻ ചെയ്തടാ, അന്ന് മറ്റേ വെള്ളം തേടി പോയി മൈൻ ചെയ്തില്ലേ? അത് റെക്കോർഡിംഗിൽ വന്നില്ല ഗൈസ്, ഐ ആം സോ സോറി അബൌട്ട് ദാറ്റ്. അവൻ റെക്കോർഡ് ആയില്ല. അത് അവന്റെ ഹോട്ട് കീ സെറ്റ് ചെയ്ത് ചെറിയൊരു മണ്ടത്തിൽ. എന്നാ പിന്നെ നീ പോയി വേറെ ഷീൽഡ് പിക്കാക്സ് എല്ലാത്തിനും ഉള്ള എന്റെ ഇവിടെ ബാക്കി വരുന്ന നീ എടുത്തു പോയ. എന്നാത്തിന്റെ മൂടാ ഈ ചെങ്ങനെയാണെന്ന് പറയുന്നത്? നമുക്കൊരു കോപ്പർ കിട്ടി. ഫാന്റാസ്റ്റിക്. ഇവിടെ നേരത്തെ വേണ്ടി 3 മരങ്ങളുടെ ബാക്കി വെച്ചിട്ടുണ്ട്. അതാ ഞാൻ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ലാവ വീണ് തലമുള്ള ലാവ. തുടക്കത്തിൽ പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എല്ലാ ഡയമണ്ടുമായി വന്ന് മാസി ലാവയിൽ കുളിക്കും. എടാ ഇത് അത് തന്നെ നടക്കാൻ പോണേ. അതെ നമ്മള് പറഞ്ഞതാ ബ്രോ. പ്യൂർ ഇന്റർനാഷണൽ വിളിച്ചിട്ട് മാസി വന്നില്ല, ഭയങ്കര ജാടയാണ്. ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുക. നമ്മള് അയൺ കണ്ടുപിടിച്ചു. അയൺ ഡയമണ്ട് തെറ്റിയിരിച്ചു. അയ്യോ ഇത് ഓട്ടം മാറിപ്പോയി. അപ്പുറത്തെ ഓട്ടയിലാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറേ ഓട്ടോട്ടല്ലോ. എവിടെയാടാ നീ കുഴിക്കുന്നത്? 9 അയൺ. ഒറ്റ വേനീന്ന് ഒച്ച കള്ളൻ. 53 കുളിക്കണം. എടുത്തോ ഇപ്പൊ ലാവേ പോ. അതെ ഇത് ഞങ്ങളാ പറയണേ. നീ ഇവിടം വരെ എത്തുന്നതിന് മുന്നേ ഒന്നെങ്കിൽ നൈറ്റ് ആയി വല്ല സോംബിയും ക്രീപ്പറും കടിച്ചു കൊല്ലും, അല്ലെങ്കിൽ നീ കൊറേ നേരമായി ഡൂഡ് കൊറേ മൈനിങ് ആയിട്ടുണ്ട്. നമ്മൾ ഡൂഡിന്റെ പിക്കാക്സ് ഓസിക്കോട്ട് പുറകെ നിൽപ്പോട്ട്. നമ്മളിപ്പോൾ നമ്മളിപ്പോ ഒരു വൈ ലെവലിലാണ് നിൽക്കുന്നത്. അയ്യോ എന്റെ വീട്ടിൽ കറണ്ട് പോയി ഗൈസ്. KCB ചതിച്ചു ഗൈസ്. അതെ ഗൈസ്, മാസിയും KCB ഒരേ ലെവലിൽ. അതെ ഇടയ്ക്ക് വരെ ഇടയ്ക്ക് പോകും. അതെ ബില്ല് മാത്രം ഉണ്ടോ, പക്ഷെ കറണ്ട് ഇല്ല. സത്യം.
എനിവേ ഈ വെയിലൊക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ മഴയാണല്ലോ, എന്നിട്ട് എന്താ കറണ്ട് ഇടാത്തെ? ആ അല്ലടാ, മഴ പെയ്തു പോയതാ. സോറി, അറിയാണ്ട് KCB കുറ്റം പറഞ്ഞു. സോറി KCB. മഴയായിരുന്നു. ലെഫ്റ്റ് ഹാൻഡിലായിരുന്നു. ഗൈസ് കുറെ നേരം ലൈറ്റ് വെച്ചോണ്ടിരുന്നു അയ്യോ, ഇത് വീട്ടിൽ ലൈറ്റ് കിട്ടി. എത്ര ആഹാ 14 ലൈറ്റ് കുറെ ഇടല്ലോ. ഞാൻ വേറെ സ്ഥലത്ത് പോയി കുടിക്കാം. ഞാൻ എന്തായാലും ഈ ലാഭ ഷെയ്ഡർ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒന്നും കാണത്തില്ല ഗൈസ്. ഗൈസ് ഏ? ചുമ്മാ കുഴിച്ചതാ. കിട്ടിയത് നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ അയ്യ, എടാ, ഞാനവിടെ കുഴിക്കാന്ന് ഓർത്തോടാ മറിക്കേ. അറിയില്ല. കിട്ടി. ഗൈസ് ചുമ്മാ വെച്ചാൽ ഇങ്ങനെയൊക്കെ കിട്ടും ഗൈസ്. അത്രേ ഉള്ളൂ. ഗൈസ് ഈ നേരെ seed strip content mine തന്നെയാടാ. തേങ്ങ strip mine കിട്ടണില്ല. is a good idea ഗൈസ്. സീഡ് കൊണ്ട് നീ ഡ്യൂളാന്ന് പറഞ്ഞത് പോവാം. എന്ത് മോശം ഗൈസ് വിജയകരമായിട്ട് ഇപ്പൊ ഇവിടെ പോസാം. അവിടെ കറണ്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ ഇവിടെ? യാ ഗൈസ് കുറെ നേരം ഒന്നും കിട്ടുന്നില്ല. എനിക്കൊന്നും കിട്ടുന്നില്ല. എന്റെ Guys, ലക്കെല്ലാം തോന്നുന്നു. ഡൂഡ് ചിന്തിക്കുന്നില്ല ഗൈസ്. ഡൂഡ് ചുമ്മാ അന്റെ luck മറ്റേ ഒന്നുമില്ലടാ. സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കി അങ്ങ് ഡൂഡ് പോവാ. കണ്ണുകൊണ്ടാ. നമ്മൾ പെട്ടെന്ന് luck പരിപാടി ഒന്നുമില്ല. തീർക്കാനായിട്ടാണ് സ്ട്രിപ്പ് മൈൻ ചെയ്യും. സ്ട്രിപ്പ് മൈൻ വെച്ചാൽ നേരെ താഴെ വെക്കും. അവിടെ അനക്ക് സീഡ് എങ്ങനെ ഒപ്പിക്കണം? മുകളിൽ സീഡ് നമ്മൾ ഉദ്ദേശിച്ചത് ക്യാറ്റ് ശരിയെന്നാ, വുഡൊക്കെ തീർന്നു. അങ്ങനത്തെ സീഡുകളാണ്. ഞാൻ മുകളിലേക്ക് ബൈ ലെവൽ -53 അറിയിക്കാം. ഗൈസ് കുഴിച്ചു പോയി എനിക്ക് വിജയകരമായി ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, പെർഫെക്റ്റ് എന്നാടാ? അമത്തിക്സ് അങ്ങനെ കാണുന്ന പേര്. ഓ, അമത്തിസ്റ്റ്. എടാ, അത് എടുത്തു വെച്ചു. അത് ആവശ്യമുള്ള സാധനമാ. എനിക്ക് ഒരേ കോള് കിട്ടി. നമ്മൾ 14 അയണുമായിട്ട് ഇവിടെ ലാവ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചത്തിരിക്കുന്നു. ഫെന്റാസ്റ്റിക്. അവിടെ സ്ക്രീൻ കണ്ടില്ലല്ലോ. അത് കാണൂല. ലാവത്തോണ്ട് കാണൂല. ഇനി എത്ര ഹാർട്ടും കൂടെ ഉണ്ട് നിനക്ക്? എടാ, എന്റെ മൗസ് എത്ര നേരമായിട്ട് ഞെക്കി പിടിച്ചോണ്ടിരിക്കുവാന്നറിയോ? ചെറിയ രീതിയിൽ ലാഗ് കാണും. ഷെയ്ഡർ ഒക്കെ ഇട്ടുകൊണ്ടാണ് മെയിൻ. എന്റെ ഷെയ്ഡർ ഇടാണ്ട് തന്നെ ചെറിയ ലാഗുണ്ടോ? വുഡ് ആക്കാനില്ലടാ. വുഡ് ഇല്ലടാ, ഒന്നുമില്ല. വിജയകരമായി നമ്മളൊരു കേവിൽ എത്തിയിട്ടുണ്ട്. ലാവയൊക്കെ കാണാം. റെഡ് സ്റ്റോൺ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഡൂഡേ നീ എവിടെ? ഞാൻ ഇപ്പറ എവിടെയോ -8 ഞാനിപ്പോ ഉള്ളത്. എന്റെ ജീവിതവിലാസം ഫസ്റ്റ് ഡയമണ്ട്. യെസ് കിട്ടി. ചെറിയ ലാഗായിരുന്നു ഗൈസ്, ഒന്നും പിടിക്കണ്ട. എടാ, വരുന്നുണ്ട്. അവിടെ ലോൺ ഡയമണ്ട് കിട്ടി. ഞാനില്ല. മാത്രമാണ് ഡയമണ്ട് ഇല്ലാത്തത്. ഡൂഡേ ബാക്കി എല്ലാ വാഴകൾക്കും ഉണ്ട്, എനിക്ക് മാത്രമില്ല. നീ വിഷമിക്കാൻ, ഞാൻ ഡയമണ്ട് ആരാടാ? ഞാൻ മാസിയെ പോയല്ല. കൊറേ ആയം കിട്ടുന്നുണ്ട്. മാസിന് അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഡയമണ്ട്. എടാ, നിങ്ങക്ക് എന്ത് കഷ്ടം. ഞാൻ നേരെ താഴത്തോട്ട് കുടിക്കാൻ പോവാ. ഞാൻ സ്ട്രിപ്പ് മൈനിങ് ചെയ്തൊക്കെ പോയി ഗൈസ്. നമുക്കിങ്ങനെ സ്ട്രിപ്പ് മൈനിങ് ഒക്കെ എളുപ്പമാ. എടാ, എന്റെ സ്റ്റോൺ പിക്കാക്സ് ഭയങ്കര സ്ലോ ലാവാ പൂള് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് വെള്ളം എടുക്കാൻ പറ്റില്ല. സോറി, ലാവ എടുക്കാൻ പറ്റത്തില്ല. ഞാനൊന്ന് വൈലവല്. എടാ, ഗോൾഡ് കിട്ടി. ഡയമണ്ടിന് മുമ്പ് ഗോൾഡ് ഒക്കെ എന്തിനാ? തേങ്ങ മിണ്ടാണ്ടേരി അവിടെ എന്നെ കൊതിപ്പിക്കാൻ. അയാൾ വേഗം പറഞ്ഞ സ്മെൽറ്റ് ചെയ്യട്ടെ. 4 കോപ്പർ ഉണ്ട്, ഒരു ഫുൾ സെറ്റ് ആർമർ കോപ്പർ ഉണ്ട്, 9 ഡയമണ്ട് ഉണ്ട്. ഈ ഒരു ഷെയ്ഡർ ആണോ? ഒരു 2 ഡയമണ്ട് കിട്ടിയാൽ ഞാൻ ശരിയെന്നാ. അറിയിക്കുന്നത്. നീ പാടുവോ? ഡൂഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നീ പാടുവോ പ്ലീസ്? പനിയൊന്നും വെച്ചില്ല, അത് ഞാൻ വീഡിയോയില് പറഞ്ഞോളാം. നിനക്ക് തൊണ്ട വയ്യ. ഇപ്പൊ കണ്ടതേ ഉള്ളൂ. നിക്ക്, അത് കുഴപ്പമില്ല. ജുപ്പിറ്റർ പാട്. മാസ്റ്ററെ കൊണ്ടൊരു ഗാനം ആലപിക്കാനുള്ള ശ്രമത്തിലാണ് ഡൂഡ്. പരിശ്രമം വിജയിക്കുക ദൈവം തമ്മിൽ അറിയും. മാസിക്ക് ഒന്നാമത്തെ വയ്യ, അതാണ്. അവന് നല്ല പനിയുണ്ട്. എടാ, പാടുവോ മാസി ജുപ്പിറ്റർ? പാടല്ലേ. ലോണ പറഞ്ഞാൽ പാടില്ല. ലോണ നമ്മളെ ചങ്ക്. എന്നാ പാടിക്കോ. ലോണേ പാടിക്കോ മാസേ പാടിക്കോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ.
എന്താടാ ഓടാ ഭ്രാന്താ. ആ എടാ പറയുന്നത്? വൈല 58-ലെത്തി. അപ്പൊ തന്നെ നമ്മള് -58-ലെത്തിയിരിക്കുകയാണ്. ഇവിടെ -53 കിടന്ന അയ്യട്ട് വിളിയാ. മാളിക കെട്ടാൻ നിനക്കായി ഞാൻ സോറി, ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നു. എന്റെ ഇഷ്യൂ. പിന്നാരികെ അലയുവാൻ My God. ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ ഓർക്കുന്നു വഴിയരികിൽ പലതോറും നേരത്താൽ മിഴിയഴുകെ ഞാൻ നിന്നെ മുറിവേത്ത ശലഭം നീ നിറവേറാ ഞാൻ അഴകേ പുഴലോക നീ അഴകേ എന്നോ നാടകലെ വഴിയരികിലും ഞാൻ നിന്നെ അറിയാൻ വയ്യ നിന്നെ പിരിയാൻ വയ്യ ഇനിയില്ല വരനായി അകലും മതി ബാക്കി നമ്മൾ ചെയ്തു Guys, അവന് വയ്യ guys. അവന് പനിയാ. എന്നിട്ടാണ് അവൻ ഇത്രയും കിടിലായിട്ട് പാടണേ. എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമോന്നുള്ള സംശയം. അത്രയ്ക്ക് കിടിലായിട്ട് അവൻ പാടിയത്. അതിന്റെ ഇടയ്ക്കൂടെ ഈ ലോണിന്റെ കമാൻഡറി കാരണം കുറച്ച് ഭാഗം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും കിടിലായിരുന്നു. ഏതെങ്കിലും ഒന്ന് മാസിയുടെ അടുത്ത പാട്ട് കേൾക്കാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഗൈസ്. പാടുന്നതിന് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അതെ അതെ, ചില സമയത്തൊക്കെ ക്ലിപ്പ് കിട്ടാതെ പോകും, അതാ പ്രശ്നം. അപ്പം പാടുന്ന ക്ലിപ്പ് ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ലായിരിക്കും. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം വരും ഇടയ്ക്ക്. അതെ ഗൈസ്. എന്നാടാ Oh my God. ഇവ എന്തിയാടാ ഇവ എങ്ങനെ ഇത്ര ഡയമണ്ട് എടുക്കണേ? വീണ്ടും കിട്ടി, എനിക്ക് വയ്യ. എടാ ഇടി ഞാൻ നിർത്തുവാ. പേടിയല്ലടാ, ഞാൻ ഇനി കൊറേ നേരമായില്ല റെക്കോർഡ് ചെയ്യുന്നു, മടുത്ത്. അതുകൊണ്ടാ. നല്ല ഇടി വരുന്നുണ്ടോ? തടുക്കാ പിന്നെ ഞാൻ പറയണില്ല കേട്ടോ. ഞാൻ മറ്റേ തോറല്ലേ ഇടി വരുമ്പോഴത്തേക്കും വായി പൊളിച്ച് നോക്കിയേക്കാൻ. കുഴപ്പം കാരണമായിരുന്നു. അടുത്ത ഡയമണ്ട് കണ്ടിട്ടുണ്ട്, ഇപ്പൊ ശ്രദ്ധിച്ചു. ഷെയ്ഡർ കാരണം ഒന്നും കാണത്തില്ല. വേറൊന്നുമില്ല വാസിയെ. DSL അപ്പൊ എന്റെ സപ്പോർട്ട് ആയതോ? എടാ ഞങ്ങളുടെ രണ്ടുപേരുടെ സെയിം അല്ലേ? സപ്പോർട്ട് ആവും ഗൈസ് അവരുടെ, പക്ഷെ FPS കുറവായിരിക്കും. ഞാൻ മെയിൽ ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. സോ ഗൈസ്, നമ്മൾ ചോദിച്ച് ഒരു മൈൻ ഷാഫ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഡൂഡ് പോയി, അവന്റെ വീട്ടിലെ കാരണം കണ്ടുപോയിട്ട് ഇറങ്ങിപ്പോയത് അല്ലേ വാസിയെ? അപ്പോ ഞാനിപ്പോ അവിടെ പറയുവാണ്, നമ്മൾ തൽക്കാലത്തേക്ക് ഈ എപ്പിസോഡ് നിർത്തുകയാണ്. ഏതൊക്കെയായാലും നമ്മൾ നല്ല കൂടിയിട്ടുണ്ട്. 10 ഡയമണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മാസ്റ്റേഡിയൻ ഡയമണ്ട് ഒക്കെ ആയിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.